ഇതെന്തൊരു പരിപാടി ഇത്? വിഗ്രഹാരാധന പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ആ വിഗ്രഹം കണ്ടാൽ എറിഞ്ഞുടയ്ക്കുകയല്ലാതെ ഇസ്ലാമിന് വേറെ മാർഗമില്ല എന്ന് യോഗിക്ക് അറിഞ്ഞുകൂടെ? പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ വർഗീയത പറയാൻ ലൈസൻസ് ഉണ്ട് എന്ന മട്ടിൽ, അല്ലെങ്കിൽ ഈ വർഗീയതയും അപരമത വിദ്വേഷവുമൊക്കെ പ്രചരിപ്പിക്കൽ ഉപജീവന മാർഗമാക്കി മാറ്റി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെയൊക്കെ നേതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് TG മോഹൻദാസ്. തൻ്റെ അവസാന ശ്വാസം വരെയും വർഗീയത മാത്രമേ പറയൂ, മുസ്ലിം വിദ്വേഷം മാത്രമേ പ്രചരിപ്പിക്കൂ എന്ന് പ്രതിജ്ഞയെടുത്ത് ജീവിക്കുന്ന ഒരു പച്ചയായ വർഗീയവാദിയാണ്, ഒരു തെമ്മാടിയാണ് ഈ TG മോഹൻദാസ്. ഞാൻ ഈ വിഷയം ഇത്ര രൂക്ഷമായി കടുപ്പിച്ച് തന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, 1-2 ദിവസങ്ങൾക്ക് മുമ്പ് അയാളുടെ ചാനൽ വഴി അയാൾ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഏതാണ്ട് 20 മിനിറ്റോളം ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ മുസ്ലിങ്ങൾക്കെതിരെ പച്ചയായ വർഗീയത, ഒരു മനസാക്ഷി കുത്തുമില്ലാതെ, സാമാന്യ ബോധം പോലുമില്ലാതെ അത്യന്തം അപകടകരമായ വർഗീയ പരാമർശങ്ങളാണ് അയാൾ ആ വീഡിയോയിൽ ഉടനീളം പറഞ്ഞുകൊണ്ടേയിരുന്നത്. പ്രായത്തിൻ്റെ അവശതയും രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളുമൊക്കെ മറന്ന് അയാൾ പുറത്തേക്ക് ഛർദ്ദിച്ചു വെച്ച ആ കാളകൂട വിഷത്തിൻ്റെ, ആ വർഗീയ പരാമർശങ്ങളുടെ ഒരു ഭാഗം നിങ്ങൾ കൂടി കാണേണ്ടതാണ്. ഞാനിന്ന് വളരെ ദുഃഖിതനാണ്. വാസ്തവത്തിൽ ഇന്ത്യക്കാരനായിട്ട് ജനിച്ചതിൽ എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത നിസ്സഹായാവസ്ഥ അനുഭവപ്പെടുന്നു, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. വാസ്തവത്തിൽ നേരെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ ജീവൻ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചെന്തോ വാരി വലിച്ച് കഴിച്ചു, അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ കാരണം ഒരേ ഒരു മനുഷ്യനാണ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇദ്ദേഹം UPയിലെ ഒരു പ്രസംഗം, ആ പ്രസംഗം എന്നെ നടുക്കിക്കളഞ്ഞു. ആദിത്യനാഥ് പ്രസംഗിക്കുന്നു, പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, ചെയ്തു പോന്ന ശീലം മാറ്റാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ടത് മാറ്റിക്കാൻ ചില ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും വേണ്ടിവരും. ഹിന്ദു ഉത്സവങ്ങൾ അത് നടക്കുമ്പോൾ ചൊറിഞ്ഞു വരുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്ക് ആ സ്വഭാവം മാറാൻ ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും വേണ്ടിവരും എന്ന് പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. വാസ്തവത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ലേ? അവരെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ? അവർക്ക് പ്രത്യേക സ്റ്റാറ്റസും പദവിയും ഒക്കെ ഉള്ളതല്ലേ? അവരെന്ത് ചെയ്തു എന്നാണ്? ഹിന്ദുക്കളുടെ ഉത്സവമല്ലാതെ വേറെ ആരുടെ ഉത്സവമാണ് അവർക്ക് അലങ്കോലപ്പെടുത്താൻ പറ്റുക? ഇപ്പോൾ എന്താ ഹിന്ദുക്കളുടെ ദസറ, നവരാത്രി, എന്തോ തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആളൊക്കെ കൂടിയിട്ട് ഏതോ ഒരു ദേവിയൊക്കെ വികൃത രൂപത്തെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ടൊക്കെ നടക്കുന്നു. ഇതെന്തൊരു പരിപാടി ഇത്? വിഗ്രഹാരാധന പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ആ വിഗ്രഹം കണ്ടാൽ എറിഞ്ഞുടയ്ക്കുകയല്ലാതെ ഇസ്ലാമിന് വേറെ മാർഗമില്ല എന്ന് യോഗിക്ക് അറിഞ്ഞുകൂടെ? കേട്ടില്ലേ നിങ്ങൾ? ഹിന്ദുക്കളുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളുമല്ലാതെ മറ്റാരുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളുമാണ് മുസ്ലിങ്ങൾക്ക് അലങ്കോലമാക്കാൻ പറ്റുക? അതോടൊപ്പം തന്നെ ബഹുദൈവാരാധന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിലക്കപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ഈ ഹിന്ദുക്കളുടെ വിഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ മുസ്ലിങ്ങൾ അത് എറിഞ്ഞുടയ്ക്കുകയല്ലാതെ പിന്നെ അവരെന്താണ് ചെയ്യേണ്ടത് എന്ന പച്ചയായ വർഗീയത ഈ അടുത്ത കാലത്തൊന്നും ആരും പറയാത്തത്ര അപകടകരമായ പരാമർശങ്ങളാണ് അയാൾ ആ വീഡിയോയിൽ ഉടനീളം പറഞ്ഞുകൊണ്ടേയിരുന്നത്. എടോ മോഹൻദാസ്, താൻ ഈ ചിത്രങ്ങൾ കാണുന്നുണ്ടോ? ഇത് അറേബ്യൻ രാജ്യമായ UAEയിൽ മുസ്ലിം ഭരണകൂടമുള്ള ഒരു രാജ്യത്ത് അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഹൈന്ദവ സഹോദരങ്ങൾക്കും അവിടെ സന്ദർശിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്കുമൊക്കെ പ്രാർത്ഥിക്കാനും അവിടെ പോയി കാണാനും പാകത്തിൽ അവിടുത്തെ മുസ്ലിം ഭരണകൂടം അനുമതി കൊടുത്തത് പ്രകാരം അവിടെ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അന്യമതസ്ഥരുടെ വിഗ്രഹങ്ങൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളുടെ വിഗ്രഹങ്ങൾ കാണുമ്പോൾ എറിഞ്ഞുടയ്ക്കുക എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ രീതിയെങ്കിൽ, അതാണ് ഇസ്ലാമിൻ്റെ തത്വമെങ്കിൽ, അങ്ങനെയാണ് മുസ്ലിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതെങ്കിൽ, അറേബ്യൻ രാജ്യമായ UAEയിൽ, അതും അബുദാബി പോലെയുള്ള അവരുടെ തലസ്ഥാന നഗരിയിൽ തന്നെ നിങ്ങൾക്കൊരു ക്ഷേത്രം പണിയാനുള്ള അനുമതിയും അതിനുവേണ്ട കാര്യങ്ങളുമൊക്കെ ആ മുസ്ലിം ഭരണകൂടം ചെയ്തു തരുമായിരുന്നു. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ വസ്തുതകൾ മറച്ചുവെച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പണികൾ താങ്കൾ എടുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. താൻ എടുക്കുന്ന ഈ പണിയൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല എന്ന കാര്യം
താങ്കൾ പിന്നെയും പിന്നെയും മറന്നു പോകുന്നു എന്നുള്ളത് വലിയ കഷ്ടമാണ്. ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ യു പിയിൽ ആരംഭിച്ച ഒരു പ്രതിഷേധത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ അതിനെ ഹിന്ദുക്കൾക്കെതിരെ തിരിച്ചുവിടുക എന്ന കൃത്യമായ വർഗീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ TG മോഹൻദാസ് ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത്. ഇക്കഴിഞ്ഞ നബിദിനത്തിൽ ആഘോഷങ്ങളുടെ ഭാഗമായി യു പിയിലെ പല തെരുവോരങ്ങളിലും ഐ ലവ് മുഹമ്മദ് എന്ന ബാനറുകൾ ഉയർന്നതാണ് തീവ്ര ഹിന്ദുത്വവാദികളെ ചൊടിപ്പിച്ചത്. നമ്മുടെ നാട്ടിലൊക്കെ ഹുബ്ബുർ റസൂൽ അല്ലെങ്കിൽ ഇഷ്ക് റസൂൽ എന്ന പേരിലൊക്കെ പലതരത്തിലുള്ള പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ കാണുന്നത് പോലെ യു പിയിൽ ഐ ലവ് മുഹമ്മദ് എന്ന ബാനറുകൾ സർവ്വസാധാരണയായി എല്ലാ നബിദിനങ്ങളിലും കാണാറുള്ളതാണ്. ഇത് മാത്രമല്ല, മോഹൻദാസിൻ്റെ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ അയാൾ നമ്മുടെ ഭരണഘടനയെ വളരെ മോശമായി ഇകഴ്ത്തി സംസാരിക്കുന്നത് ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ലോകത്ത് ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുമോ? സ്വന്തം രാജ്യത്തിൻ്റെ ഭരണഘടനയെ പോലും ചവിട്ടിത്തേക്കുന്ന രീതിയിൽ ഒരാൾ വന്നിരുന്ന് ഒരു ലിമിറ്റുമില്ലാതെ സംസാരിക്കുന്നു. നിർഭാഗ്യവശാൽ അവർക്കെതിരെ കേസെടുക്കാനോ ഏതെങ്കിലും രീതിയിൽ മാതൃകാപരമായി അവരെ ശിക്ഷിക്കാനോ നിലവിൽ നമ്മുടെ രാജ്യത്ത് സാധ്യമല്ല. അതിൻ്റെ കാരണം രാജ്യം ഭരിക്കുന്നത് സംഘപരിവാറാണ്. മോഹൻദാസ് അടക്കമുള്ളവർ ജീവിക്കുന്നതും പണിയെടുക്കുന്നതും ആ സംഘപരിവാറിന് വേണ്ടിയിട്ടാണ്. തൻ്റെ അവസാന ശ്വാസം വരെയും രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാവാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം അകന്ന് വൈര്യത്തിലായി വാളെടുത്ത് വീശുന്നത് വരെയും താൻ തൻ്റെ ഈ വർഗീയ മുതലെടുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഗോദയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ആളാണ് TG മോഹൻദാസ്. ലൈഫിൽ ഇതുവരെ മനുഷ്യർക്കിടയിൽ ഉണ്ടാവേണ്ട സ്നേഹത്തെക്കുറിച്ചോ ഒത്തൊരുമയെക്കുറിച്ചോ രാജ്യത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചോ ഒന്നും സംസാരിച്ചിട്ടേ ഇല്ലാത്ത TG മോഹൻദാസിനെ പോലെയുള്ള കലാപകാരികളെ, ഒറ്റുകാരെ ജനങ്ങൾ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് തൽക്കാലം നമുക്ക് മുമ്പിലുള്ള ഏക പോംവഴി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.